2018 ജാനുവരി മാസം 25-ാം തീയതിയാണ് നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്ററിൽ ഒരു വലിയ തീപിടുത്തം സംഭവിച്ചത്. ബാൽക്കണി ഉൾപ്പെടെ കത്തി നശിച്ചു. വലിയൊരു നാശനഷ്ടമാണ് തിയേറ്ററിൽ സംഭവിച്ചത്. തിരുവനന്തപുരം ശ്രീപത്മനാഭ തിയേറ്ററിൽ തീപിടുത്തം, ബാൽക്കണി പൂർണ്ണമായും കത്തി നശിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്റർ എങ്ങനെയാണ് തിരിച്ചു വന്നത്, ആ ഒരു കഥ നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ ഏറ്റവും പ്രമുഖ തിയേറ്റർ ആയിട്ടുള്ള ശ്രീപത്മനാഭ തിയേറ്ററിന്റെ ചരിത്രമാണ്. 1936 പി സുബ്രഹ്മണ്യമാണ് ഈ ഒരു തിയേറ്റർ സ്ഥാപിച്ചത്. ഈ പി സുബ്രഹ്മണ്യം ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ശ്രീകുമാർ ശ്രീ വിശാഖ് തിയേറ്ററിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ മെറിലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകൻ കൂടിയാണ് നമ്മുടെ പി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു ശ്രീ പത്മനാഭ തിയേറ്ററും സ്ഥാപിച്ചത്. അന്ന് 1936 ഇതൊരു ടെന്റ് കോട്ടയായിരുന്നു കേട്ടോ. ടെന്റ് കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ടെന്റ് അടിച്ചിട്ട് ആൾക്കാരെ അകത്ത് കയറ്റി സിനിമ കാണിക്കുന്ന ഒരു തിയേറ്റർ ആയിരുന്നു. അന്ന് തിയേറ്ററിന്റെ പേര് ശ്രീ പത്മനാഭ ടാക്കീസ് എന്നായിരുന്നു കേട്ടോ. അന്ന് തിയേറ്റർ നിലനിന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയൽ പ്രദേശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ പറയുവാണെങ്കിൽ നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള നൈവേദ്യത്തിനുള്ള അരി കൊണ്ടുപോയത് ഈ വയലിൽ നിന്നാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് അവിടാണ് അദ്ദേഹം ഈ ഒരു ടെന്റ് കോട്ട സ്ഥാപിച്ചത്. ടെന്റ് കോട്ട എന്ന് പറയുമ്പോഴേ ഒരു 1000-ന് മുകളിൽ ആൾക്കാർ വന്നിരുന്ന് സിനിമ കാണുന്ന ഒരു ടെന്റ് കോട്ടയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ചിട്ട് ടെന്റിന്റെ വലിപ്പം കൂട്ടാൻ സാധിക്കും. അതുപോലെ ആൾക്കാർ കുറവാണെങ്കിൽ ടെന്റിന്റെ വലിപ്പം കുറയ്ക്കാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ടെന്റിന്റെ തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കടൽ മണ്ണ് കൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ ഒരു തറ റെഡിയാക്കിയത്. ഏറ്റവും മുൻപിലത്തെ ടിക്കറ്റ്, അന്നേ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും മുന്നിലത്തെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തറ ടിക്കറ്റ് ആയിരുന്നു പറയട്ടെ. അതിനായിരുന്നു ഏറ്റവും കുറവ് ടിക്കറ്റ് ചാർജ് വരുന്നത്. തൊട്ട് പുറകിലായിട്ട് വരുന്നത് ബെഞ്ച് ടിക്കറ്റ്, ഏറ്റവും പുറകിലായിരുന്നു റിസർവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞ തടിക്കസേര കൊണ്ടുള്ള സീറ്റുകൾ നിർമ്മിച്ചത് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ടെന്റ് കോട്ടയിൽ സിനിമ പ്രദർശിപ്പിച്ചിരുന്നത്. പിന്നെ ഇന്നത്തെ പോലെ ഒരു ഇന്റർവെൽ അല്ലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഒരു സിനിമയ്ക്ക് 3 ഇന്റർവെൽ വരെ ആയിരുന്നു ആ സമയത്ത് സിനിമ കളിച്ചിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിന്റെ ഒരു 2 പ്രാവശ്യം തിയേറ്ററിൽ റെനോവേഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് തിയേറ്റർ എത്തിയത് 1972 ഫെബ്രുവരി മാസം 11-ാം തീയതി കേട്ടോ. അന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ശ്രീപത്മനാഭ തിയേറ്ററിന്റെ ശരിക്കുള്ള ഒരു ഉദ്ഘാടനം കഴിഞ്ഞെന്ന് പറയാം. ആ ഒരു സമയത്ത് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന പ്രൊജക്ടർ എന്നറിയോ, ഫോട്ടോഫോണിന്റെ പ്രൊജക്ടർ ആയിരുന്നു തിയേറ്ററിൽ സിനിമകൾ പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ് സിനിമയായിരുന്നു. അഗസ്ത്യർ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. നമ്മുടെ IV ശശി സാറിന്റെ ഒട്ടുമിക്ക സിനിമകളും കളിച്ചൊരു തിയേറ്റർ ആയിരുന്നു ശ്രീപത്മനാഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കാലം മുമ്പോട്ടേക്ക് പോയി ഒരു 1997 കാലഘട്ടമൊക്കെ ആയപ്പോഴാണ് നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ ഒരു റീ എഡിറ്റ് വെർഷൻ റിലീസ് ചെയ്തത്. അപ്പൊ അന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് ഒരു DTS തരംഗം അങ്ങോട്ട് തുടങ്ങിയത് കേട്ടോ. അതിന് തുടക്കം കുറിച്ചത് ഈ ഒരു സിനിമയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ 1997 ആയപ്പോഴത്തേക്കും നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്ററിലും DTS അവർ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് DTS കളിച്ച സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാം ഗോപാൽ വർമ്മയുടെ ഡോഡ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷേ തിയേറ്ററിലേക്ക് ഈ ഒരു DTS സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെലവാക്കിയത് ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപയായിരുന്നു കേട്ടോ. പക്ഷെ അതൊരു വലിയ മാസീവ് സക്സസ് തന്നെയായിരുന്നു ഈ ഒരു തിയേറ്ററിന്റെ കാര്യത്തിലും. DTS വളരെ ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ടേക്ക് പോയി. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റാനിക് സിനിമ റിലീസ് ചെയ്ത സമയത്ത് ശ്രീപത്മനാഭ തിയേറ്ററിൽ കളിച്ചത് 215 ദിവസമായിരുന്നു കേട്ടോ. അതൊരു റെക്കോർഡ് റൺ കൂടിയായിരുന്നു. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ തിയേറ്ററിലേക്ക് വന്ന് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും, അതായത് നാഗർകോവിൽ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഒരു തിയേറ്ററിലേക്ക് വന്ന് ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലം വീണ്ടും മുന്നോട്ടേക്ക് പോയി. അടുത്തൊരു റെനോവേഷൻ സാധ്യമായത് നമ്മുടെ അവതാർ സിനിമയുടെ റിലീസോട് കൂടിയായിരുന്നു. 2010 അവതാർ സിനിമ റിലീസായത്. ആ ഒരു സമയത്ത് കേരളത്തിലെ ആദ്യത്തെ 2K പ്രൊജക്ഷൻ വെച്ചത് നമ്മുടെ ഈ ഒരു ശ്രീപത്മനാഭ തിയേറ്ററിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊരു ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ടർ ആയിരുന്നു. 2010 ഈ ഒരു അപ്ഡേഷന് ശേഷം അടുത്ത വർഷം 2011 ഫെബ്രുവരി ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു മാസീവായിട്ടുള്ള റെനോവേഷൻ സാധ്യമായത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 60 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടാണ് തിയേറ്ററിലെ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു മൾട്ടിപ്ലക്സ് ലെവലിലേക്കുള്ള സീറ്റ് അവർ റെനോവേറ്റ് ചെയ്തത് 2011 ഫെബ്രുവരിയോട് കൂടിയാണ്. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററുകൾക്ക് ഒരു കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് സിൽവർ കാറ്റഗറി, ഗോൾഡ് കാറ്റഗറി, പ്ലാറ്റിനം കാറ്റഗറി, പ്ലാറ്റിനം പ്ലസ് കാറ്റഗറി. അപ്പൊ നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്ററിന് കിട്ടിയത് പ്ലാറ്റിനം കാറ്റഗറി ആയിരുന്നു കേട്ടോ. ഒരു പ്ലാറ്റിനം സർട്ടിഫൈഡ് തിയേറ്റർ തന്നെയായിരുന്നു നമ്മുടെ ശ്രീപത്മനാഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2013 ജൂൺ ആയപ്പോഴത്തേക്കുമാണ് തിയേറ്റർ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് തിയേറ്ററിന്റെ ഉടമസ്ഥരെത്തിയത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ദേവപ്രിയ എന്ന് പറഞ്ഞ തിയേറ്റർ തുടങ്ങിയത് കേട്ടോ. 2013 ജൂൺ മാസമായിരുന്നു ദേവപ്രിയയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വീണ്ടും ഒരു 5 കൊല്ലം കൂടി മുന്നോട്ടേക്ക് പോയി 2018 ജാനുവരി 25 ആയപ്പോഴാണ് ഒരു ഇടുത്തി എന്ന പോലെ തിയേറ്ററിൽ ഒരു വലിയ തീപിടുത്തം സംഭവിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു കാരണം. എന്തോ ഭാഗ്യം കൊണ്ട് ഷോർട്ട് ടൈമിലല്ലായിരുന്നു സംഭവിച്ചത്, രാത്രിയാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ.
അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും അപകടമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ തിയേറ്ററിനെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രൊജക്ടർ റൂമിലെ സാധനങ്ങളെല്ലാം, ഇത്രയും വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ കത്തി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ സർവൈവ് ചെയ്തത് നമ്മൾ അന്ന് പറഞ്ഞ, അതായത് 1972 അവർ വാങ്ങിയ ഒരു ഫോട്ടോഫോൺ പ്രൊജക്ടർ ഉണ്ടല്ലോ, ആ ഒരു പ്രൊജക്ടറിന് മാത്രം കാര്യമായിട്ടുള്ള ഒരു കേടുപാടും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി അത്രത്തോളം ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ കാണുന്ന പുതിയ തരത്തിലുള്ള പ്രൊജക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, എഫിഷ്യൻസി കൂടുതലാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി താരതമ്യേന വളരെ കുറവാണ്. അങ്ങനെ ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് മുകളിലാണ് തിയേറ്ററിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചത് കേട്ടോ. തിയേറ്റർ ഇൻഷുർഡ് ആയിരുന്നു, പക്ഷേ അവർക്ക് ഈ ഒരു ഇൻഷുറൻസ് ഒക്കെ വേണ്ട പോലെ ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. പിന്നെ അതിനുശേഷം തിയേറ്റർ എന്ത് ചെയ്യണം എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഓണേഴ്സിന് മുന്നിലേക്ക് വന്നത്. ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു കളയണോ, അതോ ഇനി ഇതിൽ നിന്ന് തന്നെ റെനോവേറ്റ് ചെയ്ത് പുതിയ തിയേറ്ററാക്കി മാറ്റിയാൽ മതി എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായാലും അവർ ഫൈനലൈസ് ചെയ്തത് ഇപ്പം ബിൽഡിംഗ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് റെനോവേഷൻ ചെയ്യാന്നുള്ള രീതിയായിരുന്നു കേട്ടോ. അങ്ങനെ 2018 ഏപ്രിൽ മാസം 14 കൂടി തിയേറ്ററിന്റെ പണി വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസം, അതായത് ഏപ്രിൽ തുടങ്ങി മെയ് ജൂൺ 14 ആയപ്പോഴത്തേക്ക് തന്നെ തിയേറ്ററിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിയേറ്ററിലേക്ക് സംഭവിച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ടറിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റ് ഡോൾബി 7.1 ആക്കി. പഴയ JBL സ്പീക്കേഴ്സിന്റെ ആ ഒരു ബ്രാൻഡ് അവർ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. JBL സ്പീക്കേഴ്സ് ആണ് ഇപ്പോൾ പോയാലും നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിലേക്ക് പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് നമുക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു സ്ക്രീൻ സൈസ് തന്നെയാണ്. കാര്യം ഇത്രയും വലിയൊരു ഹോള്, ഒരു ബാൽക്കണി തിയേറ്റർ കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ഇരുന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വ്യൂയിങ് ആംഗിളിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ക്രീനാണ് മെയിൻ പ്രശ്നം. സ്ക്രീൻ സൈസ് കുറവായിരുന്നു. അത് മാത്രമല്ല 4 സൈഡിലേക്കും ഓഫ്സെറ്റ്, അതായത് നമ്മളൊരു പഴയ TV ഒക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഓഫ്സെറ്റ് ആ ഒരു സ്ക്രീനിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പല ആൾക്കാരുടെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. ശ്രീപത്മനാഭ തിയേറ്ററിന്റെ ഒരു വലിയ ഡ്രോബാക്ക് തന്നെയായിരുന്നു അത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം തിയേറ്ററുകാർ വീണ്ടും റെനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36x14 ആണ്. അതായത് 36 അടി നീളവും അതുപോലെ തന്നെ 14 അടി പൊക്കമായിരുന്നു. അതിനുശേഷം പുതുതായിട്ട് അവർ മാറ്റിയത് ഹാർക്നെസിന്റെ സ്ക്രീൻ ആയിരുന്നു. അതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 അടി നീളം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 36 നിന്നും 44 മാറ്റി. അതുപോലെ തന്നെ ഈ ഒരു 16 അടി എന്നുള്ളത് 18 അടി പൊക്കമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പുറമെ വീണ്ടും തിയേറ്ററിൽ ഒരു വലിയ മാസീവായിട്ടുള്ള ഒരു അപ്ഡേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് ചോദിക്കുകയാണെങ്കിലേ, സീറ്റ് വീണ്ടും അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. പിന്നീട്, അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ശ്രീപത്മനാഭ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ കളറിലുള്ള സീറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബാൽക്കണിയിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പുറകിലുള്ള ഒരു 30 റോ സീറ്റ് മാറ്റിയിട്ട് അവിടെ എസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് റിക്ലൈനർ സീറ്റാണ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇപ്പൊ നമുക്ക് തിയേറ്ററിൽ 3 കാറ്റഗറി സീറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു റെനോവേഷനും അവർക്ക് ചിലവായ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 35 ലക്ഷം രൂപയോളാണ്. ഞാൻ സ്ക്രീൻ മാറ്റിയ കാര്യം പറഞ്ഞിട്ട്, സ്ക്രീൻ വലിപ്പം കൂട്ടിയെന്ന്. ആ ഒരു സമയത്ത് സ്ക്രീന് മാത്രമായിട്ട് ഏതാണ്ട് 7 ലക്ഷം രൂപയാണ് തിയേറ്റർ ചിലവാക്കിയത്. പിന്നെ അതിന്റെ ബാക്കി മോഡിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടോട്ടൽ തുക ചിലവായത് ഏതാണ്ട് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു. അപ്പം ഇത്രയും വർഷമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്ററിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് റിക്ലൈനർ സീറ്റ്, അതായത് കിടന്നുകൊണ്ട് ശ്രീപത്മനാഭ തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 3 ക്ലാസ് കാറ്റഗറിയാണ് ഇപ്പോൾ ടിക്കറ്റ് റേറ്റിൽ വന്നിട്ടുള്ളത്. ഏറ്റവും താഴെയാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ക്ലാസിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 140 രൂപയാണ്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ തന്നെ 2 കാറ്റഗറി, എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ റിക്ലൈനർ കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ബാൽക്കണി കാറ്റഗറി ഉണ്ട്. ഈ ഒരു ബാൽക്കണി ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 150 രൂപ മാത്രമാണ്. അതുപോലെ റിക്ലൈനർ സീറ്റ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെനോവേഷൻ സംഭവിച്ചിട്ട് പോലും അവർ ടിക്കറ്റ് റേറ്റിൽ വലുതായിട്ടുള്ള ഒരു മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതായത് ടിക്കറ്റ് റേറ്റ് ഒരുപാട് അങ്ങോട്ട് കൂട്ടാനും ഒന്നും അവർ പോയിട്ടില്ല. ആ ഒരു 180 രൂപ തന്നെയാണ് ഇപ്പോഴും അവർ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്ററിന്റെ ചരിത്രം. 1936 തൊട്ട് ഇന്ന് ഈ 2024 ഫെബ്രുവരി മാസം വരെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു കഥയാണ് നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്ററിനുള്ളത്. ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ഏതാണ്ട് 88 വർഷം കഴിഞ്ഞ ഒരു തിയേറ്ററാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പഴക്കം കൂടിയ തിയേറ്റർ ഒന്നാണ് നമ്മുടെ ശ്രീപത്മനാഭ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ വരെ ചെയ്തു എന്നുള്ളതാണ്. ഇനി തിയേറ്റർ അറ്റ്മോസിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. കാര്യം ഇതിന് മുൻപേ തന്നെ അവര് അറ്റ്മോസിലേക്ക് മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബാൽക്കണി തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അവരുടെ സൗണ്ട് എഞ്ചിനീയർ സജസ്റ്റ് ചെയ്തത് ഡോൾബി 7.1 തന്നെയാണ്. അതിനകത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് തന്നെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. തിയേറ്റർ മാനേജ്മെന്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് അപ്ഡേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡോൾബി അറ്റ്മോസ് ആക്കി മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഏറ്റവും അടുത്തായിട്ട് പോയി ശ്രീപത്മനാഭ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ പഴയ DTSലൊക്കെ ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്? പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു തിയേറ്ററും ഇന്നത്തെ ഒരു തിയേറ്ററിലുള്ള വലിയ മാറ്റങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്ത് വരുന്ന. അപ്പോൾ അതുവരെയും ബൈ.